പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നീറ്റിനും കീമിനും ഏറ്റവും അധികം ക്വസ്റ്റ്യൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് 4 സെക്ഷനാണുള്ളത്. അതായത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പ്രോസസ്സസ്, ദെൻ ഹീറ്റ് എൻജിൻ, റെഫ്രിജറേറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് തെർമോഡൈനാമിക് പ്രോസസ്സിൽ വരുന്ന ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോസസ് ഇൻവോൾവിംഗ് ഹീറ്റ്, വർക്ക് ആൻഡ് ഇൻറ്റേർണൽ എനർജി. തെർമോഡൈനാമിക്സ് എന്ന വേർഡ് 2 വേർഡ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, thermal and dynamics. Thermal means heat, dynamics means motion. So, thermodynamics is the study of heat and motion. Thermodynamic variables, pressure, volume and temperature are the thermodynamic variables. എൻട്രോപ്പിയും ഇൻറ്റേർണൽ എനർജിയും തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫണ്ടമെൻ്റൽ വേരിയബിൾസ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിൽ വരുന്ന ഐസോതെർമൽ ആൻഡ് എഡിയബാറ്റിക് പ്രോസസ്സാണ് പഠിക്കേണ്ടത്. ഐസോതെർമൽ പ്രോസസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് pressure and volume changes but temperature remains constant. So, isothermal process എന്ന് കേൾക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ഓർക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. ഇനി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആവണം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ഒന്നുകിൽ സിസ്റ്റത്തിൽ നിന്ന് എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി കീപ്പ് ചെയ്യാൻ പറ്റൂ. സോ സിസ്റ്റം തേർമലി കണ്ടക്റ്റിംഗ് ആയിരിക്കും സറൗണ്ടിങ്സുമായിട്ട്. സോ ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, സിസ്റ്റം തേർമലി കണ്ടക്റ്റിംഗ് ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻ PV = nRT. ഇതിലെ N നമ്പർ ഓഫ് മോൾസ് ആണ്, R ടെമ്പറേച്ചർ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആണ് ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ച്. സോ PV = a കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സിൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് PV = a കോൺസ്റ്റൻറ്റ് ഓർ P1 V1 = P2 V2 എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ വർക്ക് ഡൺ = 2.303 RT log V2/V1. വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല നോക്കുക, 2.303 RT log V2/V1. V2 ഫൈനൽ വോളിയം, V1 ഇനീഷ്യൽ വോളിയം. ലോഗിൻ്റെ ബേസ് 10 ആണ്. ദെൻ ഐസോതെർമൽ പ്രോസസ് ഈസ് എ സ്ലോ പ്രോസസ്. എക്സാമ്പിളായിട്ട് നമുക്ക് ബോയിലിങ്ങും മെൽട്ടിങ്ങും എടുക്കാം. Adiabatic process. This is a thermodynamic process in which pressure, volume and temperature changes. But this process takes place in a thermally insulated system. അതായത് അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും വോളിയവും ചേഞ്ച് ചെയ്യും. പക്ഷേ ഇത് നടക്കുന്നത് ഒരു തെർമലി ഇൻസുലേറ്റഡ് സിസ്റ്റത്തിലായിരിക്കും. അതായത് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ്. പിന്നെ ഇതൊരു സഡൻ ആൻഡ് ക്വിക്ക് പ്രോസസ്സ് ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ബേസ്റ്റിംഗ് ഓഫ് എ സൈക്കിൾ ട്യൂബ്, അത് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. സഡൻ ആൻഡ് ക്വിക്ക് പ്രോസസ്സാണ്. ഇനി ഇവിടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ പ്രഷറും വോളിയവും കണക്ട് ചെയ്ത ഇക്വേഷൻ PV⁻⁴ = a കോൺസ്റ്റൻറ്റ്. PV⁻⁴ കോൺസ്റ്റൻറ്റ്. ഇനി ടെമ്പറേച്ചറും വോളിയവും തമ്മിലാണെങ്കിൽ TV⁻⁻⁻1 = a കോൺസ്റ്റൻറ്റ്. TV⁻⁻1 = a കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലും ഒരു റിലേഷൻഷിപ്പ് എഴുതാം. P⁻⁻1/T⁻.
P raised to gamma minus 1 by T raised to gamma is equal to a constant. അതായത് നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലാണെങ്കിൽ P ഗാമ മൈനസ് 1 P raised to ആണ്, P raised to gamma minus 1 by T raised to gamma is equal to a constant. ഇനി ടെമ്പറേച്ചറും വോളിയവും തമ്മിലാണെങ്കിൽ T V raised to gamma minus 1 is equal to a constant. പ്രഷറും വോളിയവുമാണെങ്കിൽ P V raised to gamma is equal to a constant. Then work done, W is equal to R by gamma minus 1 into T1 minus T2. So the adiabatic work done is directly proportional to temperature difference. ഇനി നമുക്ക് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് കർവ്സ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു PV ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒരു ഗ്രാഫിൽ തന്നെ 2 പ്രോസസ്സിൻ്റെയും കർവ്സ് വരച്ചിരിക്കുകയാണ്. ഐസോതെർമൽ കർവ്, ഇതാണ് ഐസോതെർമൽ കർവ്. അടുത്ത് നോക്കി അഡിയബാറ്റിക് കർവ് അതിൻ്റെ താഴെയാണ് അല്ലേ അഡിയബാറ്റിക് കർവ്. അപ്പോൾ ഇതിൽ സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് കർവ് ഇസ് മോർ ദാൻ ദി സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ കർവ്. അഡിയബാറ്റിക് കർവിൻ്റെ സ്ലോപ്പ് ഐസോതെർമൽ കർവിൻ്റെ സ്ലോപ്പിനേക്കാളും കൂടുതലായിരിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മോണോ അറ്റോമിക് ഗ്യാസ് അറ്റ് എ പ്രഷർ P having a volume V expands isothermally to a volume 2V and then adiabatically to a volume 16V. The final pressure of the gas is ബ്രാക്കറ്റിൽ ഗാമ 5/3 എന്ന് തന്നിട്ടുണ്ട്. A monoatomic gas at pressure P and volume V. പിയും വിയും പ്രഷറും വോളിയവുമായിരുന്ന ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് 2V ആയി. അതിനുശേഷം അഡയബാറ്റിക്കലി വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് വോളിയം 16V ആയിട്ട് മാറുന്നു. ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് പ്രഷർ ഓഫ് ദി ഗ്യാസ്, ഫൈനൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഈ പ്രോബ്ലത്തിൽ ഇനീഷ്യൽ പ്രഷർ P1 is equal to P, വോളിയം V1 is equal to V. ദെൻ ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്നു, പ്രഷർ ചേഞ്ച് ചെയ്യുന്നു, നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കണം. വോളിയം 2V ആകുന്നു എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ P1 V1 is equal to P2 V2. So P2 is equal to P1 V1 by V2. That is PV by 2V which is equal to P by 2. അപ്പം നമുക്ക് ഐസോതെർമൽ പ്രോസസ്സ് കഴിയുമ്പോഴുള്ള പ്രഷർ P/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് അഡയബാറ്റിക് പ്രോസസ്സാണ് നടക്കുന്നത് ഇതിന്. സോ അഡയബാറ്റിക് പ്രോസസ്സ് P2V2 ആയിരിക്കുന്ന ഗ്യാസിന് ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ആ എക്സ്പാൻഷന് ശേഷം P3V3 ആവുന്നു പ്രഷറും വോളിയവും. V3 എന്ന് പറയുന്ന വോളിയം തന്നിട്ടുണ്ട്, 16V ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ശ്രദ്ധിക്കണം. അഡിയബാറ്റിക് പ്രോസസ്സാണ്. സോ P2V2 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P3V3 റൈസ് ടു ഗാമ. ഇതിൽ നമുക്ക് വേണ്ടത് പ്രഷറാണ്. ഫൈനൽ പ്രഷർ P3 ഇസ് ഈക്വൽ ടു P2V2 റൈസ് ടു ഗാമ ബൈ V3 റൈസ് ടു ഗാമ. ദെൻ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P3 ഇസ് ഈക്വൽ ടു P2ന് പകരം P/2 എന്ന് കൊടുക്കാം. V2ന് 2V, V3ക്ക് 16V, ദി ഹോൾ റൈസ് ടു ഗാമ തന്നിരുന്നു 5/3 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. So this is equal to P/2 into 2/16 we cancel ചെയ്താൽ 1/8 raised to 5/3 ആകുന്നു, which is equal to P/64. P3 is equal to P/64. ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം നിങ്ങളിവിടെ ഒരു കമ്പാരിസൺ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഒന്നുകൂടെ വായിച്ച് നോക്കാൻ പറ്റും. ഐസോതെർമൽ പ്രോസസ്സ്, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ് അലൗഡ്, അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്ലോ പ്രോസസ്സ്, PV is equal to constant, ഇൻഫിനിറ്റ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക.
ദെൻ എഡിയബാറ്റിക് പ്രോസസ്സിനും അതുപോലെ സീറോ സ്പെസിഫിക് ഹീറ്റാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കുക. നമ്മൾ പറയാത്ത പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. സഡൻ പ്രോസസ്സാണ്. PV⁻γ is equal to constant. Heat content of the system remains unchanged. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. അപ്പോൾ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ നീറ്റിനും കീമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.